നമ്മൾ +2 കഴിഞ്ഞ് എഴുതാൻ പോകുന്ന ഒട്ടുമിക്ക എൻട്രൻസ് എക്സാമും CUET, CLE, NCHM അതുപോലുള്ള എക്സാംസ് എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT മോഡായിരിക്കും. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലാണ്. അതും നമുക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ടൈം ആകുമ്പോൾ ഓൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്കൊരു ടൈമർ കാണാം. നിങ്ങൾക്ക് ഇനി എത്ര ടൈം ലെഫ്റ്റ് ആണെന്ന് നമുക്ക് ആ ടൈമറിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിൽ ഒരു പാലറ്റിൽ നിങ്ങൾക്ക് കാണാൻ ഡിഫറെൻറ്റ് കളേഴ്സിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ കാണുന്ന റെഡ് കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു പക്ഷേ ആൻസർ ചെയ്തിട്ടില്ല. അതുപോലെ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ അവിടെ പർപ്പിൾ കളറിൽ കാണുന്നതാണ് മാർക്ക് ഫോർ എ റിവ്യൂ കൊടുത്തത്. അപ്പം നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈഡിൽ പർപ്പിൾ കളറിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അറിയാം. സോ നിങ്ങൾക്കത് ആ ക്വസ്റ്റ്യനിലേക്കാണ് ഡയറക്റ്റ്ലി പോകേണ്ടതെങ്കിൽ നിങ്ങൾ അതിൽ നോക്കിയിട്ട് പർപ്പിൾ കളറുള്ള ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഓരോ സ്റ്റുഡൻറ്റിനും ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ റിയൽ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു ടൈം മാനേജ്മെന്റും അതുപോലെ ഈ മാർക്ക് ഫോർ എ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും തന്നെ നിങ്ങളുടെ റിയൽ എക്സാമിന് മുമ്പേ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. താങ്ക്